കുടുംബശ്രീ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവര് ഭയങ്കര ഒരു അത്രയും താന്നാണ് കുടുംബശ്രീയിൽ. എത്രയും നല്ല. നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ എത്ര പേരെ കണ്ടത്? വീഡിയോ എത്ര പേരെ കണ്ടേ? ഇത് മാത്രമേ പറ. ഇയാൾ വെറും തെറി മാത്രമേ ഉള്ളൂ. ഇയാൾ സംസാരം എടീ കോൾ എന്നിട്ട് നിങ്ങൾ സ്പാം ചെയ്യില്ല. ഇപ്പൊ കോൾ ചെയ്താലും ഇയാള് മര്യാദക്ക് സംസാരിച്ച് പിടിച്ച് കാണാൻ ബാക്കിയതില്ല. ഇയാൾക്ക് നാവില്ലടാ. ഇയാൾക്ക് തെറി വിളിക്കാൻ മാത്രമേ അറിയൂ. മനസ്സിലാ? മാറിപ്പോയി. ഇതെന്താണ് നായിന്റെ മോനെ പറഞ്ഞത്? മലപ്പുറത്തെ പിള്ളേര് തന്തല്ലാത്തവരാണെന്നോ? കള്ളമായ അന്റെ തള്ളിയും തന്തി അന്നെ ഒഴിവാക്കാനുള്ള മായ. ഇന്ന് എന്റെ വാപ്പാനെ വിളിച്ചു, നാളെ നിങ്ങളെ വാപ്പാനെ വിളിച്ചാൽ നിങ്ങൾ പ്രതികരിക്കുവോ? നിങ്ങൾ കമന്റ് ഇടുക. ഷാജാനിക്ക, ഞാൻ വേറൊരു കാര്യം പറയാം, കോളിൽ പറയാം. നിങ്ങൾ കമന്റ് ഇടി. ഏത് പറട്ടെ ഈ മുട്ടുകാല് പറക്കൂല. നായിന്റെ മോൻ തൊപ്പി അടിച്ചിട്ട് മൂന്നതേ പല്ലിനെ പോയിട്ട് നായെ. ആ ഒറ്റ കാര്യം മാത്രം എനിക്ക് കാര്യം പറഞ്ഞല്ലോ. ബാക്കിയല്ലോ ഒക്കെ ആ ഒറ്റ കാര്യം. ഇതെന്തേ എടേ? അപ്പൊ ഷാജാനിക്ക പൂക്കിയായിരുന്നാ? ഇയാളല്ലേ ഇപ്പൊ എന്തോ കറളുവാ? ഹായ് കറളു, ഹായ് തൊപ്പി. ഇതാണ് ഇമോജി. ഇതെന്ത് സംഭവം? അതെന്ത് സംഭവം? ഓൾഡ് തൊപ്പി കമ്പേക്കുന്ന ഇല്ലടാ. ഇല്ല തെറീൻ്റെ ആ ഒരു അങ്ങനത്തെ ലോ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ ഒരിക്കലും തിരിച്ചു പോകില്ല. ഓക്കെ, ഒരിക്കലും ആ ഒരു അങ്ങനെ താവൂല നമ്മൾ. മനസ്സിലാവും? എത്ര വലിയ തെറി നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിച്ചാലും അങ്ങോട്ട് അങ്ങനെ തെറി അഭിഷേകം നടത്തിയിട്ടുള്ള പരിപാടി നമുക്കില്ല. മനസ്സിലാവും? അത് നമ്മൾ നിർത്തി. ഓക്കെ, മാന്യമായിട്ടൊന്നല്ല, പറയേണ്ടടുത്ത് പറയും. ഒരു മയത്തിലെല്ലാം കാര്യങ്ങൾ പറയും. അല്ലാണ്ട് അങ്ങനെ ഹാർഡ് തെറി കട്ട പച്ച തെറിയായിട്ട് ഞാനൊരിക്കലും ആ ഒരു ഇതിലേക്ക് പോകില്ല. നിങ്ങൾ ആലോചിക്കുക, പണ്ട് ഞാൻ തെറി വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഷാജാനും ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ എനിക്ക് എപ്പോഴും ഷാജാന്റെ പേര് പറയുമ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാന്റെ വായിൽ വന്നു. കാരണം ഇയാൾ കറക്റ്റ് എന്തോ ഇവരെ ആക്സെന്റോ എന്തോ എനിക്ക് ഇവരെ എന്തോ ഒരു കണക്ഷൻ സംഭവം ഒരു ബന്ധമില്ല ഇവർ തമ്മിൽ. അത് പറഞ്ഞു വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, ഇവരെല്ലാം പണ്ട് ഇവരെ ഫേസ്ബുക്ക് കൂട്ടായ്മല്ലേ നമ്മൾ തെറി വിളിക്കുന്നതിനെല്ലാം എന്തെല്ലോ പറഞ്ഞു വിമർശനമായിട്ട് നിന്നത്. ഇപ്പൊ നേരെ തിരിച്ചായി. ഇപ്പൊ ഇവര് ഇങ്ങനെ റീച്ചിന് വേണ്ടി കഷ്ടപ്പെട്ട് തെറി വിളിക്കലും ഇതന്നെ പരിപാടി, നാണം കെട്ട പരിപാടി. നമ്മൾ മൊത്തം സ്റ്റാൻഡേർഡ് മോഡിലേക്കും പോയി. ഇതെന്താല്ലേ ലോകം ഇങ്ങനെ മാറുന്നല്ലേ? എന്താ അവസ്ഥ അല്ലേ? നിങ്ങൾക്ക് എൻ്റെ ഫോളോ ചെയ്താൽ മാത്രമേ, എടാ ഇവനെ ഫോളോ ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമില്ല, പക്ഷെ ഫോളോ ചെയ്താൽ മാത്രമേ എൻ്റെ കോൾ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, എനിവേസ് ഗൈസ്, ലെറ്റ്സ് കോൾ അവർ മുത്ത് ഷാജഹാൻ ഷാ. പക്ഷെ ഞാൻ ഒരു കാര്യം പറ്റേ, ഞാൻ തെറിയെല്ലാം പോട്ടെ. എൻ്റെ ഉപ്പയും എന്നെ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ എനിക്കെന്തോ അത് കേട്ടാണോ? അത് എനിക്ക് കേട്ടെ. ഇല്ല അതിൽ കാണിക്കൂലല്ലോ. റിംഗ് കാണിക്കോ? ഇൻസ്റ്റ റിംഗ് കാണിക്കോ? എടുത്തോടെ ഞാൻ എന്താ പറയുക, ഒളിച്ച് കട്ടിന്റെ അടിയിൽ ഒളിച്ച് ഷാജാൻ കാക്ക കട്ടിന്റെ അടിയിൽ ഒളിച്ച് ഷാജാൻ കാക്ക ഓടി. തലയിൽ പുതപ്പ് ഇട്ടിട്ട് തലയിലൊരു മുണ്ടും പൊതിച്ചിട്ട് ഓടി. എടുക്കടാ ഷാജാന, ഓടി കട്ടിന്റെ അടിയിൽ ഒളിച്ച്. ഒരു മിനിറ്റ്, ഒരു ഓടി ഓടാ. ഫോൺ എടുക്ക് കർലു. എടാ ഷാജാനിക്ക ഈഗോ അടിച്ച ഒരാൾ ഫോൺ എടുക്കാൻ, ഈഗോ ഉണ്ടെങ്കിൽ ഫോൺ എടുക്കണം. ഈഗോ ഉള്ള ആൾ ഫോൺ എടുക്കുക. മനസ്സിലാ? ഈഗോ ഉള്ള ആൾ ഫോൺ എടുക്കുക. അത് ഞാൻ ഒരു കാര്യം പറയല. ഈഗോ ഉള്ള ആൾ എന്തായാലും ഫോൺ എടുക്കുക. കോൾ ആസിഫിനെ വിളിച്ചാലോ? ആസിഫിനെ വിളിക്കണം ചാറ്റ്. ഇത് മൊത്തം നമുക്ക് ഇന്നത്തെ ലൈവ് മൊത്തം ഇതാക്കിയാലോ ടോപ്പിക്ക്. ഇന്ന് ഷാജാനിക്കാണ് ടോപ്പിക്ക്. ശരിയായ ടോപ്പിക്ക്. എടാ ഞാൻ കാര്യം പറയാം, ഞാൻ ഇത് വിറ്റ് പൈസ ആക്കണം എന്ന് വിചാരിച്ചു. ഞാൻ ഇത് വിറ്റ് ഇങ്ങനെ ഇതാക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വ്യൂസ് കൂട്ടണം എന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ കാര്യം പറയില്ല. അതാ ഞാൻ അയാളെ പേര് പോലും ഇതിൽ ക്യാപ്ഷനിൽ ഇടാണ്ട് കോൺട്രവേഴ്സി ടോപ്പിക് എന്ന് മാത്രം ഇട്ടിട്ട് വന്നത്. ഇയാളെ പേര് വെളിപ്പെടുത്തണോ അല്ല മെൻഷൻ അടിച്ച് ഊക്കണോ എന്നല്ല ഞാൻ നിങ്ങളോട് ചോദിച്ച്. പോളിന്റെ ഇതനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഓക്കെ, ഇനി നിങ്ങൾ ഇതാക്കരുത്, കാര്യം പറയില്ല. ഇനി നിങ്ങൾ അങ്ങനത്തെ വർത്താനം പറയരുത്.
ഞാൻ ഇത് വിറ്റ് ഇതാക്കാൻ വേണ്ടി വന്നതല്ല. പക്ഷെ എന്തായാലും ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് ഇനി ഇത് മൊത്തം ചർച്ച ചെയ്യാം. എന്താ പറയുന്നത്? ആസിഫിനെ വിളിച്ചോടാം. ഷാജാനിക്ക് അമ്മ എന്താന്നല്ല സീനാക്കുന്നില്ലല്ലോ മെസ്സേജ്. സിന്നു കാസർഗോഡ് ഇന തീരെ കൊടുക്കൂല കേട്ടോ. സിന്നു കാസർഗോഡ് എന്ന് പറയുന്നവന് ഞാൻ ഒരു തുള്ളി പോലും കൊടുക്കൂല കേട്ടോ. കാരണം അവന്റെ മൂഡ് ഒരുമാതിരി അങ്ങനെ ആവണ ഇത് കാണുമ്പോ കാര്യം അതെന്തോ ഒരു സാധനമാണ് ഈ സിന്നു കാസർഗോഡ് എന്ന് പറഞ്ഞ. കാരണം അതെന്തോ ഭയങ്കര ബോറിങ് ആണെന്ന് അവൻ ഇങ്ങനെ എന്റെ പേരിട്ടിട്ട് തന്നെ ഒരു 25 വീഡിയോ ഇട്ടല്ലേ. ഒന്നും കേറുന്നില്ല. ഒന്നും കേറുന്നില്ല. ഏയ് മജാലുണ്ട ഇങ്ങനെ പറഞ്ഞാൽ വരുക. ഏയ് നമ്മളെ തൊപ്പി തുപ്പി എന്ന് പറഞ്ഞിട്ട് 25 വീഡിയോ ഇട്ട. അതുകൊണ്ട് ഓനിക്ക് ഇത് കൊടുക്കൂല. ഷാജാൻകാക്കെല്ലാം കുറച്ച് മാന്യത ഉണ്ടാ. ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ഇനി എടുത്ത് ഇനിയിപ്പോ ഷാജാൻകാക്ക് ജീവിക്കാനുള്ള വക ഞാൻ കൊടുത്തല്ല. ഇനി ഇത് വെച്ച് ജീവിക്കാല്ല ഷാജാൻകാക്ക്. ഇനി നാളെ അടുത്ത വീഡിയോ ഇങ്ങനെ റിയാക്ട് ചെയ്ത് എടാ അല്ല ഞാൻ ഒരു കാര്യം പറട്ടെ. അൺഫോളോ ചെയ്യണം. അൺഫോളോ ചെയ്ത് എടാ ഞാൻ പറയുന്ന വെച്ചാല് ചങ്ങായിക്ക് ജീവിക്കാനുള്ള വക നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ടോപ്പിക്ക് മാറ്റൂ. ബോറിങ്ങോ? എടാ നിങ്ങൾക്കപ്പൊ ഇതല്ലേ ഇഷ്ടം? എടാ ഷാജാൻക്കാന്ന് പറയുന്ന ആ മൂട്ട മരടിച്ച് കഴിഞ്ഞാൽ നീ ബോറിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കൂല. ബാക്കിയൊന്നും ഞാൻ സഹിക്കും. അത് മാത്രം ഞാൻ സഹിക്കൂല. ആ ഒരു കടലാമനെ പോലുള്ളൊരു ചങ്ങായി ഉണ്ടല്ലോ, എന്താടാ ഒരു എന്തോ ഒരു ഓന്ത് പോലത്തെ ഒരു വില ഉടുമ്പാന്നല്ല, ഒരു ഉടുമ്പാന്ന് കാണാൻ. ഒരു ഉടുമ്പിന്റെ ഒരു കാര്യം, ഒരു ഉടുമ്പ് വീങ്ങിപ്പോയതാണ് കാര്യം പറയാലോ. ഷാജാൻക്കാരെ പറഞ്ഞാൽ എനിക്ക് സഹിക്കൂല, ഞാൻ കാര്യം പറയാലോ. ഇത് കഴിഞ്ഞാൽ ഇനി കഴിഞ്ഞ് ഷാജാൻക്ക് ഫോൺ എടുക്കുന്നില്ല. ഫ്ലോപ്പായി, കണ്ടന്റ് ഫ്ലോപ്പായി. ഷാജാൻക്ക് ഫോൺ എടുക്കുന്നില്ല. സിന്നുനെ പിടിച്ച ആസിഫിന്റെ വീഡിയോ ആയിട്ടല്ല. ഓക്കെ പോകേണ്ടേ ഒരാളും. ആര്? ഷാജാൻ എന്ന് പറഞ്ഞാൽ 50 വയസ്സ് മിനിമം ഉണ്ടല്ലോ, ഉറപ്പായിട്ടും. ഒരു 4 മക്കളുണ്ടാകും. അയാൾ മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോ ഈ സ്കൂളിലെല്ലാം പോയ പിള്ളേർക്കല്ല. എടാ ഞാൻ ഈ ഊക്കിക്കഴിഞ്ഞാൽ ഈ ആസിഫിനെല്ലാം ഊക്കിയ പോലെ അല്ല, ഈ ഷാജാനെല്ലാം ഊക്കിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം അറിയാം? ഇയാളെ മക്കളെ ഈ ക്ലാസ്സിൽ പോയാൽ പിള്ളേർ കളിയാക്കും. അങ്ങനത്തെ കുറേ പ്രശ്നമുണ്ട്. ഇതാണ് ഈ ഫേസ്ബുക്ക് ടീമിനെ പിടിക്കാണ്ടിരിക്കുന്നത് നല്ലത്. ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന കുറെ ആൾക്കാരുണ്ട്. ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, അതെല്ലാം പ്രശ്നം. പിന്നെ ഞാനായിട്ടൊരു ഇതിന് നിന്നല്ലടാ, കാര്യം പറയാല. ഞാൻ ഇതിനൊന്നും നിൽക്കാതെ ഞാൻ പരിപാടി നിർത്തിയ, ഞാൻ ഈ കോൺട്രവേഴ്സി എടുപ്പ് പരിപാടി നിർത്തിയ, ഞാൻ പണ്ടേ നിർത്തിയത് മനസ്സിലാവും. നമ്പറിൻ ബയോ നമ്പർ ഉണ്ടാവും. വിളിക്കണോ? ബയോലോടെ ബയോയിൽ നമ്പറൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഇല്ലോ, ഇല്ല. നമ്പർ ഉണ്ടോടാ? ബ്രോഡ്കാസ്റ്റ് 1 ബ്രോഡ്കാസ്റ്റ് 2 കാണുന്നുണ്ട്. ഇവിടെ എന്തായാലും ഇത്രയും സമയം നീ എന്താ പറയുന്നത്? ഞാൻ ലൈവിന്റെ നമ്പറില്ലടാ. ഇത്ര സമയം നമ്പർ ഉണ്ടായിരുന്നാ? നമ്പർ ഡിലീറ്റ് ചെയ്തടാ പാവം. എടാ എന്തായാലും ഞാൻ ഒരു കാര്യം പറ്റേ, ഞാൻ എല്ലാ ദിവസവും ലൈവ് ചെയ്യാന്ന് പുള്ളിക്കറിയാം അല്ല, ഈ സമയത്താണെന്നും അറിയാം. ഞാൻ നേരത്തെ ലൈവിൽ സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ പുള്ളിയുടെ ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞത് തൊപ്പി ഇതിൽ വരുന്നുണ്ട്, ഇപ്പൊ കോൾ ചെയ്യും എല്ലാം. ചങ്ങായിക്ക് അറിയാലും ചെയ്യാം. പിന്നെ ഉറങ്ങിപ്പോയി മറ്റേ ഇതായി തൂറിപ്പോയി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ചങ്ങായിക്ക് ഇത് സംഭവം അറിയാം. ഇത് സംഭവം പേടിച്ച് പുതുങ്ങി കട്ടിൻ്റെ അടിയിൽ ഒളിച്ചത് തന്നെയാണ്. അത് തന്നെയാണ് അത് സംഭവം. കാര്യം അത് തന്നെയാണ് അല്ല. മുനു സ്ലീപ്പിംഗ് ആളെ കാണാം. ആ സൈഡിലോട്ട് എടുക്കുക. എടാ ഗിഫ്റ്റ് എടുത്ത അത് ഞാൻ കാണിക്കാൻ പറഞ്ഞു. ഗൈസ് ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അതാണ് ഇതൊരു ചങ്ങായി കൊണ്ട് തന്നതാണ്. എന്താ പേരെന്ന്
പേര് ഇത് പേര് വായിക്കാൻ പറ്റുന്നില്ലടാ. ഇന്നലെ വന്ന ആളതും പേര് വായിക്കാൻ കഴിയുന്നില്ല, അതാണ് പ്രശ്നം. ഇതാ കേട്ടോ എങ്ങനെയുണ്ട് ഡബ്ല്യു അല്ലേ പഴയത്? ഇത് പഴയത് എന്തിനാ വരക്കുന്നത് നിങ്ങൾ? ഇനി വരക്കുന്ന ആൾക്കാരോട് പഴയത് വരക്കണം കേട്ടോ. ചിലപ്പോ ഇതായിരിക്കും ഷാജാൻക്കായിരിക്കും, ചിലപ്പോ ഗൈസ്. അഥവാ ഷാജാൻക്ക് ആണെങ്കിൽ മുത്താന്റെ ഉമ്മ സത്യം സ്ക്രിപ്റ്റും പരിപാടിയൊന്നല്ല, ഇത് കംപ്ലീറ്റ്. പോടാ വെറുതെ. ഞാൻ വെച്ചൊരു 2.5 മണിക്കൂർ ഓടിക്കാനുള്ള കണ്ടന്റ് കിട്ടിയത് ലോട്ട. ഇത് നമ്മളെ മറ്റേ എടാ ചങ്ങായി, ഞാൻ ഒരു കാര്യം പറയട്ടെ, ചങ്ങായി ഒരു